നാട്ടിലെവിടെ നാലാൾ കൂടുമ്പോൾ പറയും, അയ്യോ എന്തൊരു ചൂടാണപ്പാ. ഈ സംസാരം നമ്മൾ കുറച്ചാഴ്ചകളായി കേൾക്കുകയാണ്. ഇപ്പോൾ ചില സ്ഥലങ്ങളിലൊക്കെ വേനൽ മഴ ശക്തമായെങ്കിൽ ഈ പറച്ചില്ലെങ്കിലും നമ്മൾ ശരിക്കും നല്ല ചൂടാണ് അനുഭവിച്ചതെന്നാണ് മനസ്സിലാക്കുന്നത്. പക്ഷേ അത്ര നല്ല ചൂടായിരുന്നു നമ്മൾ അനുഭവിച്ചത്. ഇതൊരു സാധാരണ സംഗതിയല്ല. എന്താണ് ഇത്രയും കടുത്ത ചൂടിന് കാരണമുണ്ടായിരിക്കുന്നത്? നമുക്കൊന്ന് പരിശോധിക്കാം. നമ്മുടെ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് സ്മിത ഹരിദാസ് വിശദാംശങ്ങളുമായി ഒരു എക്സ്പ്ലെയിനർ ചെയ്തിരിക്കുന്നു. സംസ്ഥാനത്ത് മുൻപെങ്ങുമില്ലാത്ത വിധം കൊടും ചൂടാണ് ഇത്തവണ അനുഭവപ്പെട്ടത്. പകൽ മാത്രമല്ല, രാത്രി പോലും ചൂട് സഹിക്കാൻ പറ്റാത്ത അവസ്ഥ. പല ജില്ലകളിലും തുടർച്ചയായി ഉഷ്ണതരംഗം അനുഭവപ്പെട്ടു. സൂര്യാതപം മൂലം കുഴഞ്ഞു വീഴുന്നവർ, ജീവൻ പോലും നഷ്ടമായവർ. എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്? ഈ ചോദ്യം നമുക്ക് മുന്നിലുണ്ടല്ലേ. കാലാവസ്ഥാ വ്യതിയാനമാണ് ഇതിന് കാരണമെന്നാണ് പഠനങ്ങൾ. ഇന്ത്യയിൽ മാത്രമല്ല, ലോകം മുഴുവനും ഈ മാറ്റം സംഭവിക്കുന്നുണ്ടെന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ സൂചിപ്പിക്കുന്നത്. യൂറോപ്യൻ യൂണിയന്റെ കോപ്പർനിക്കസ് കാലാവസ്ഥാ സേവനം നൽകിയ ഡാറ്റയുടെ അടിസ്ഥാനത്തിലാണ് റിപ്പോർട്ടുകൾ എത്തുന്നത്. തുടർച്ചയായ 50 ദിവസം ഇതുവരെ രേഖപ്പെടുത്തിയതിൽ ഏറ്റവും ഉയർന്ന ചൂട് അനുഭവപ്പെട്ടു അത്രേ. ആഗോള അന്തരീക്ഷ താപനിലയിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ചൂടേറിയ ഏപ്രിലായിരുന്നു ഈ കഴിഞ്ഞ മാസമെന്നാണ് കോപ്പർനിക്കസ് സേവനത്തിന്റെ സ്ഥിരീകരണം. കാലാവസ്ഥാ വ്യതിയാനം മൂലം ലോക സമുദ്രങ്ങൾ ഇക്കഴിഞ്ഞ വർഷം ഓരോ ദിവസവും താപനില റെക്കോർഡുകൾ ഭേദിച്ചു. കാലാവസ്ഥാ പ്രതിഭാസമായ എൽനിനോയ്ക്കും ഇതിൽ പങ്കുണ്ട് എന്നുള്ള കാര്യവും പുറത്തുവരുന്നുണ്ട്. ഭൂമിയിൽ നിലവിലുള്ള മഴയുടെയും ചൂടിൻ്റെയും കാറ്റിൻ്റെയും ഒക്കെ ഗതിയും ദിശയും കാലവും മാറ്റുന്നതാണ് എൽനിനോ പ്രതിഭാസം. 2023 ജൂലൈ മുതൽ സെപ്റ്റംബർ വരെ നീണ്ടുനിന്ന എൽനിനോ പ്രതിഭാസം കടുത്ത വേനലിന് കാരണമാകുമെന്ന് അന്നു തന്നെ ഐക്യരാഷ്ട്ര സംഘടന മുന്നറിയിപ്പ് നൽകിയിരുന്നതുമാണ്. ഈ റിപ്പോർട്ടുകളെ ശരിവയ്ക്കുന്നതാണ് ഈ വർഷം ആദ്യം മുതൽ ആഗോളതലത്തിലുണ്ടായ മാറ്റങ്ങൾ. ഈ വർഷം ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ, അതായത് 2024 ഫെബ്രുവരി മാർച്ച് മാസങ്ങളിൽ സമുദ്രോപരിതലത്തിലെ താപനില പ്രതിദിനം 21 ഡിഗ്രി സെൽഷ്യസ് എന്ന നിലയിലെത്തി. 23 ഓഗസ്റ്റ് 23, 2024 ജനുവരി 5 ഏറ്റവും വലിയ റെക്കോർഡ് ഭേദിച്ച ദിവസങ്ങളാണിത്. കടലിൽ വർദ്ധിച്ച തോതിൽ ചൂട് അനുഭവപ്പെടുന്നു. ഇത് കടൽ വിഭവങ്ങളുടെ നാശത്തിലേക്ക് നയിക്കുന്നുണ്ട്. അമൂല്യമായ പവിഴപ്പുറ്റുകൾക്ക് നിറമാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപൂർവ മത്സ്യങ്ങളും മറ്റ് സമുദ്രജീവികളും ഇല്ലാതാകുന്നു. അധികനാൾ ഈ സ്ഥിതി തുടർന്നാൽ സമുദ്രത്തിലെ ആവാസ വ്യവസ്ഥ തകിടം മറയും എന്നാണ് ശാസ്ത്രജ്ഞർ നൽകുന്ന മുന്നറിയിപ്പ്. 4 പതിറ്റാണ്ടുകൾക്ക് മുൻപ് കൊടും വേനൽ അനുഭവപ്പെടുന്ന പ്രദേശങ്ങളിൽ ഇപ്പോൾ പ്രളയവും പേമാരിയും അനുഭവപ്പെടുന്നതും, മിതമായ കാലാവസ്ഥ അനുഭവപ്പെട്ടിരുന്ന പ്രദേശങ്ങളിൽ, അതായത് നമ്മുടെ കേരളം തുടങ്ങിയ പ്രദേശങ്ങളിലൊക്കെ തന്നെ വരൾച്ചയും തുടർച്ചയായ വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നതും ഇതെല്ലാം തന്നെ കാലാവസ്ഥാ വ്യതിയാനത്തിൻ്റെ മുന്നറിയിപ്പുകളാണ്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം തന്നെ കാലാവസ്ഥാ വ്യതിയാനം, ആഗോളതാപനം, ഇതൊക്കെ വെറും വാക്കുകളല്ല, പഠനങ്ങൾ കൊണ്ട്, വ്യക്തമായ റിപ്പോർട്ടുകൾ കൊണ്ട് സൂചിപ്പിച്ച കാര്യങ്ങളാണ്. അവർ നൽകിയിരുന്ന മുന്നറിയിപ്പുകൾ അത്രയും നമ്മൾ പാലിക്കാത്തതിൻ്റെ പ്രശ്നങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെ കണ്ടുവരുന്നതെല്ലാം എന്നാണ് ഈ റിപ്പോർട്ടുകളെല്ലാം തന്നെ വ്യക്തമാക്കുന്നത്. അതുകൊണ്ട് ജാഗ്രത പാലിക്കണം, കരുതിയിരിക്കേണ്ട സമയമാണിത്.